ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ വാത്സല്യമേറിയ അനുഗ്രഹീതരായ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിലെ ഒരു ചിന്തയുമായി വീണ്ടും നിങ്ങളെ സമീപിക്കുവാൻ തക്കവണ്ണം ദൈവം തന്ന വലിയ കൃപയെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളും നമ്മളുടെ ജീവിത വഴിത്താരയിൽ ഒരു പുതിയ വെളിച്ചം തരുന്നതാണ്. കർത്താവ് പ്രവർത്തിച്ച അനേകം അത്ഭുതങ്ങൾ നാം ചിന്തിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു മറുപടിയാണ്. യൗവനകാലത്തും മധ്യവയസ്സിലും വാർദ്ധക്യത്തിലും ബാല്യകാലത്തിലും ഒക്കെ നമുക്ക് പിന്തുടരേണ്ട ചില അനുഭവങ്ങൾ ഈ അത്ഭുത പ്രവർത്തികളിലൊക്കെ നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. ഈ വിശുദ്ധ യോഹന്നാൻ ഇത് സുവിശേഷം 21 അധ്യായത്തിൽ പറയുന്നത്, കർത്താവ് എഴുതിയ അത്ഭുതങ്ങൾ വിവരിച്ചാൽ ഈ ലോകത്തിൽ തന്നെ ആ അത്ഭുത വിശദീകരണങ്ങൾ ഉള്ള ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ പറ്റത്തില്ല എന്നാണ്. എങ്കിലും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുവാനും ആ വിശ്വസിച്ച് ദൈവ തിരുമുഖത്തേക്ക് നോക്കുവാനുമുള്ള ഒരു വലിയ സന്ദേശമാണ് ഓരോ അത്ഭുതങ്ങളിലൂടെയും നമ്മുടെ കർത്താവ് നമുക്ക് ചൊരിഞ്ഞു തരുന്നത്. ഈ അത്ഭുതങ്ങൾ ജീവനുള്ളതാണ്. ഓരോ അത്ഭുതങ്ങളെക്കുറിച്ചും നമ്മൾ അല്പമായും അധികമായും വീക്ഷിച്ചാൽ ഒരു കാര്യം നമ്മൾക്ക് വെളിവാകും: കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാണ്. ഉപദേശങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ നൽകുന്ന ഉപദേശങ്ങളെക്കാൾ പ്രാധാന്യമേറിയ അനുഭവമായി മറ്റുള്ളവരുടെ നൊമ്പരങ്ങളെ അവൻ കണ്ടു. നമ്മളെയൊക്കെ സംബന്ധിച്ച് ചില സഹായങ്ങൾ നൽകുമ്പോൾ, ചില പിന്തുണകൾ നൽകുമ്പോൾ, എൻ്റെ തിരക്കേറിയ സമയത്ത് നീ എന്നെ നൊമ്പരപ്പെടുത്തിയോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉയർത്തുന്നത്. ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്ര തിരക്കിൻ്റെ ഇടയിലും ഒരു മനുഷ്യന് വിശക്കുന്നു, അവന് ദാഹിക്കുന്നു, അവൻ രോഗക്ലേശങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്നു. അത് കാണുമ്പോൾ ആ വ്യാഖ്യാനങ്ങൾക്ക് അർദ്ധവിരാമം ഇട്ടുകൊണ്ട് കർത്താവ് അവിടെ ഒരു സൗഖ്യം കൊടുക്കുകയാണ്. ആ സൗഖ്യത്തിലൂടെ പുതിയൊരു സന്ദേശത്തിലേക്ക് നമ്മുടെ കർത്താവ് എത്തിച്ചേരുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഇന്ന് നമ്മൾ തിരക്ക് പിടിച്ച ലോകത്തിൽ പലതിനും പ്രാധാന്യം നൽകുന്നുണ്ട്. അത് വിദ്യാഭ്യാസത്തിനായി, ജോലിക്കായി, വ്യാപാരത്തിനായി, കൃഷിക്കായി, റിയൽ എസ്റ്റേറ്റ് മേഖലയിലായി ഒക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം തിരക്കുകൾക്കിടയിൽ പലരുടെയും പല പ്രാധാന്യമേറിയ അനുഭവങ്ങളെയും നാം ശ്രദ്ധിക്കത്തില്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ പ്രയാസം പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ജോലി ചെയ്യുമ്പോൾ ആരെങ്കിലും നമ്മളെ സമീപിക്കുന്നത് നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ചിലവേറിയ ചില കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും സഹായത്തിന് വേണ്ടി നമ്മളെ സമീപിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഓർത്തോണം, ദേവാലയത്തിൽ ശബത്തിൽ ചെന്ന കർത്താവ് ആ സമയത്ത് പോലും ശാബത്തിൻ്റെ മാഹാത്മ്യം മറ്റൊരു രീതിയിൽ വീക്ഷിച്ചിട്ട് തന്നെ സമീപിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13 അധ്യായം 10 മുതൽ 17 വരെയുള്ള വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച് കൂനിയായിരുന്ന ഒരു സ്ത്രീക്ക് കൊടുത്ത സൗഖ്യത്തെ പറ്റിയാണ്. ഒരു ശാബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിക്കുകയായിരുന്നു. അവിടെ 18 വർഷമായി ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കലേക്ക് വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി കോപിഷ്ഠനായി ജനങ്ങളോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം പ്രാപിച്ചുകൊള്ളുവീൻ, ശാബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തരും ശാബത്തിൽ തന്റെ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 വർഷമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശാബത്ത് നാളിൽ ഈ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവനിത് പറഞ്ഞപ്പോൾ അവന്റെ പ്രതിയോഗികൾ എല്ലാവരും ലജ്ജിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമ പ്രവൃത്തികളാലും ജനമൊക്കെയും സന്തോഷിച്ചു.
അവൻ ശാബത്തിൽ യഹൂദന്മാരുടെ സുനഗോഗിൽ എത്തി. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം ഒന്ന് മാത്രമേ ഉള്ളൂ, വലിയതായ യഹൂദ ദേവാലയം, യെരൂശലേം ദേവാലയം. അവിടേക്ക് ആൾക്കാർ സാധാരണയായിട്ട് കടന്നു ചെല്ലുന്നത് വലിയ പെരുന്നാളുകൾ, പെസഹ, പെന്തിക്കോസ്തി, കൂടാര പെരുന്നാൾ ഈ സമയത്താണ്. മറ്റു സമയങ്ങളിലൊക്കെ അവർ ആരാധനയ്ക്കായി കൂടി വരുന്നത് ഒന്നുകിൽ ഭവനങ്ങളിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ സുനഗോഗുകളിലായിരിക്കും. അവിടെ തിരുവെഴുത്തുകളിൽ നിന്ന് വായിക്കും, പഞ്ചഗ്രന്ഥിയിൽ നിന്ന് പുസ്തകങ്ങൾ വായിക്കും, മോശയുടെ ന്യായപ്രമാണം അവർ വ്യാഖ്യാനിക്കും. അതൊക്കെ അന്നത്തെ ഒരു സാധാരണ ഗതിയിലുള്ള ആരാധനാ സംവിധാനമാണ്. ശാബത്തിൽ യാതൊരു ജോലിയും ചെയ്യരുത് എന്ന് പ്രമാണം കൊടുത്തവൻ ദൈവമാണ്. ആ പ്രമാണത്തെ യഹൂദൻ വ്യത്യസ്തമായ രീതിയിൽ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നു. പാടശേഖരത്തുകൂടി കർത്താവിൻ്റെ ശിഷ്യന്മാർ കടന്നുപോയപ്പോൾ കതിർ പറിച്ച് തിന്നതിനെ ശാബത്ത് ലംഘനമായി അവർ കണക്കാക്കി. അതായത് കതിർ പറിക്കുക എന്ന് പറയുമ്പോൾ കൊയ്യുന്നു, കയ്യിലിട്ട് തിരുമുക എന്ന് പറയുമ്പോൾ മെതിക്കുന്നു. ആ രീതിയിൽ ആക്ഷരിക വ്യാഖ്യാനങ്ങൾ അവർ കൊടുക്കുന്നു. കർത്താവ് ഇവിടെ ദേവാലയത്തിൽ, അതായത് സിനഗോഗിൽ ചെന്നപ്പോൾ ആ കൂനിയായ സ്ത്രീയെ കാണുന്നു, അവളിൽ മനസ്സലിയുന്നു, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് ആ സ്ത്രീ പറയാതെ തന്നെ കർത്താവ് പറയുന്നു. അപ്പോൾ പള്ളിപ്രമാണിയും മറ്റുള്ളവർക്കും തോന്നിയ ചില സംശയങ്ങളാണ് ഇവിടുത്തെ തുടർചിന്തകൾ. 6 ദിവസമുണ്ടല്ലോ, ഈ ദിവസം കർത്താവിൻ്റെ ദിവസമല്ലേ, നീ എന്തിന് ഇന്നേ ദിവസം തന്നെ സൗഖ്യമാക്കുന്നു? കർത്താവ് ഉടനെ ചോദിക്കുകയാണ്, കപടഭക്തരെ, നിങ്ങളിൽ ഒരുവൻ്റെ കാളയോ കഴുതിയോ കിണറ്റിൽ വീണാൽ ശാപതെന്ന് നോക്കാതെ നിങ്ങൾ അവയെ രക്ഷപ്പെടുത്തത്തില്ലയോ? പിന്നെ അബ്രഹാമിൻ്റെ മകളായി കഴിഞ്ഞ 18 സംവത്സരം ഭൂതം ബാധിച്ച ഈ സ്ത്രീയെ ഞാൻ സൗഖ്യമാക്കിയത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുവോ? നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചിന്താഗതി പോലെ ആത്മീയതയുടെ ഒരു അടിത്തറ എന്താണെന്ന് ദൈവം ഇതിലൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. ആത്മീയത എന്ന് പറയുന്നത് ചില പ്രമാണങ്ങളുടെ സംരക്ഷണം മാത്രമല്ല, ചില പാരമ്പര്യങ്ങളെ ഉയർത്തിക്കാണിക്കുന്നത് മാത്രമല്ല, ആഘോഷങ്ങൾ മാത്രമല്ല, തിരുവെഴുത്തിനെ ആക്ഷരികമായി വ്യാഖ്യാനിക്കുന്നതല്ല. അതിനേക്കാളൊക്കെ ഉപരിയായി അതിനൊരു മാനവിക തലമുണ്ട്, സഹനതയുടെ തലമുണ്ട്. കർത്താവ് പറഞ്ഞ വാക്കുകളെ സ്നേഹത്തോടും സഹവർത്തിത്വത്തോടും കൂടി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. കർത്താവ് അരൂപിയാണ്. ആ അരൂപിയായ കർത്താവിനെ കാണിച്ചു കൊടുക്കണം. ശാബത്ത് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞവനോട് നീ ശാബത്തിനെ ലംഘിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ആത്മീയത മാറി. ഇന്ന് തിരുവചനത്തേക്കാൾ വലിയ പ്രശ്നമെന്ന് പറയുന്നത് വ്യാഖ്യാനങ്ങളാണ്. തമ്പുരാനേക്കാൾ വലിയവരെന്ന് പറയുന്നത് ശ്രേഷ്ഠ തലവന്മാരാണ്, എല്ലാ മതങ്ങളിലുമുണ്ട്. അതുകൊണ്ടാണ് പൂന്താനം നമ്പൂതിരി പാടി, ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് ബ്രഹ്മാവും എനിക്ക് ഔവയെന്ന് ചിലർ. അതായത് ഭൗതികമായ മതപ്രമാണങ്ങൾ കൂടി ഈശ്വരനെ പോലും മറക്കുന്ന ഒരു തലത്തിൽ നമ്മുടെ സമൂഹം ഇന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം തമ്പുരാൻ എത്രയോ സിമ്പിളായിട്ടാണ് പലതും സംവേദിപ്പിച്ചത്. ആ സിമ്പിളായി സംവേദിപ്പിച്ച ലളിതമായി പങ്കുവെച്ചതിനെ മനുഷ്യനെ അകറ്റുന്ന രീതിയിലുള്ള ഒരു തലത്തിലേക്ക് മാറുകയാണ്. ഇന്ന് മനുഷ്യൻ കർത്താവിൽ കുറ്റം കണ്ടെത്തുകയാണ്. ഇന്ന് നമുക്ക് തന്നെ അറിയാം, രോഗങ്ങൾ കൂടിയപ്പോൾ പലരും ചോദിച്ചു, യുക്തിവാദികൾ ചോദിച്ചു, ദൈവം എവിടെ പോയി? പ്രാർത്ഥിക്കുന്നവരെവിടെ പോയി? ദൈവമുണ്ടെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ടായി സമൂഹത്തിന് വരുന്നത്? ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. നീ ശബത്തിനെ ലംഘിച്ചു എന്ന് പറഞ്ഞവരുടെ പിൻഗാമികളായി നമ്മളിൽ പലരും ഇന്ന് ആയി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഓർത്തോണം, പ്രിയമുള്ളവരെ, ദൈവം ശിക്ഷ തന്നിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷയ്ക്ക് മാറ്റം വരുത്തുവാനും അവനറിയാം. ദൈവം നമ്മളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വലതുഭാഗത്തെ കള്ളൻ പറഞ്ഞതുപോലെ സമശിക്ഷാവിധിയിലായതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ശിക്ഷ കിട്ടുന്നത്. ദൈവത്തിന് ഇതിൽ കൂടുതൽ നമ്മളോട് ക്ഷമിക്കാൻ എങ്ങനെ സാധിക്കും? ദൈവത്തെ ചോദ്യം ചെയ്യുന്ന തലമുറ ദൈവത്തിൻ്റെ പാദാന്തികത്തിങ്കിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു വലിയ വ്യാഖ്യാനമാണ് ഈ ശാബത്തിനെ നീ ലംഘിച്ചു എന്ന് പറയുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ശാബത്തിൽ പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുണ്ട്, കണ്ണുനീരുകളുണ്ട്, നിലവിളിയുണ്ട്, ദൈവസ്തുതിയുണ്ട്. യഹൂദൻ്റെ ശാബത്ത് ശനിയാഴ്ചയായിരുന്നു. നമ്മളിൽ നിന്ന് വിശുദ്ധ ദിവസമായി കൊണ്ടാടുന്നത് ഞായറാഴ്ചയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം. അപ്പം പഴയ ശാബത്തിൻ്റെ പ്രസക്തി പോയി. യഹൂദർ ഇന്നും അത് പിന്തുടരുന്നുണ്ട്. എങ്കിലും പുതിയ നിയമത്തിലെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ഞായറാഴ്ച ദിവസം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൽ നിന്ന് ഉരുവാകുന്ന ചില നന്മകളുണ്ടാകണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ വിശുദ്ധ ബലിവേദിയിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ഒരു വലിയ നദി ഉണ്ടാകണം. അത് പതിയെ പതിയെ കടക്കാൻ കഴിയാത്ത വലിയ നദിയായി മാറുന്നത് പോലെ, വലിയ ജലസംഭരണിയായി മാറുന്നത് പോലെ, അതിൻ്റെ ഇരുകരകളിലും
വ്യത്യസ്തങ്ങളായ ഫലവർഗ്ഗങ്ങൾ ഉണ്ടാകുന്ന മരങ്ങൾ മുളച്ചതുപോലെ നമ്മളുടെ ആത്മീയ ആലയങ്ങൾ, ദേവാലയങ്ങൾ, പ്രാർത്ഥനാ മന്ദിരങ്ങൾ അനേകർക്ക് അനുഭവത്തിന് വേണ്ടിയുള്ള ഒരു മാർഗമായി മാറണം. അത് ആഡംബര ദേവാലയങ്ങൾ പണിഞ്ഞതുകൊണ്ടോ മന്ദിരങ്ങൾ പണിഞ്ഞതുകൊണ്ടോ അതിന് പൂർണ്ണതയാകുന്നില്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പൊട്ടിയൊലിക്കുന്ന ആത്മീക ഉറവുകൾ, വെട്ടിയെടുത്ത പാറയെങ്കിലേക്ക് നോക്കുന്ന ദൈവത്തിൻ്റെ അനുഭവം. അതേ, നമ്മുടെ ആലയങ്ങളിൽ വീണ് കിടക്കുന്ന കണ്ണുനീരുകൾ അനേകമാണ്. നമ്മളൊക്കെ ദേവാലയങ്ങളിൽ പോകും, നമ്മളൊക്കെ തിരക്കിൻ്റെ ഇടയിലാണ് പോകുന്നത്, നമുക്ക് സമയം തീരെയില്ല. നമ്മളെങ്കിലും ഒരു കാര്യം ഓർത്തോണം, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് കണ്ണുനീരുകൾ വീണിട്ടുണ്ട്, ഒരുപാട് സഹോദരങ്ങൾ കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട്. അതൊക്കെ രക്തത്തുള്ളികൾ പോലെ അവിടെയുണ്ട്. ആ രക്തത്തുള്ളികൾ പോലെ, തീക്കനീലുകൾ പോലെയുള്ള സ്ഥലത്താണ് നമ്മൾ അഹങ്കാരത്തോടും വിദ്വേഷത്തോടും സ്വാർത്ഥതയോടും കൂടി നിൽക്കുന്നത്, പിതാക്കന്മാരെ നിന്ദിക്കുന്നത്, സമൂഹത്തെ നിന്ദിക്കുന്നത്, ദൈവത്തെ ചോദ്യം ചെയ്യുന്നത്. അതിൽ നിന്ന് മാറുന്ന ഒരു ആത്മീയത കൂനിയുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി, ഈ കൂനി 18 സംവത്സരമായി രോഗത്തിന് അടിപ്പെട്ടവളാണ്. അവൾ ഈ ലോകത്തെ ശരിയായ രീതിയിൽ കണ്ടിട്ടില്ല. ആ സ്ത്രീക്ക് എത്ര വയസ്സുണ്ടെന്ന് വേദഭാഗം പഠിപ്പിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യമുണ്ട്, 18 വർഷമായിട്ട് അവൾ കൂനിയായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഈ 18 വർഷം കൂനിയായിട്ട് ഇരിക്കുക എന്ന് വെച്ചാൽ മുകളിലുള്ളതൊന്നും അവൾ കണ്ടിട്ടില്ല. പക്ഷേ ഒരു പ്രത്യേകത, ദൈവം എൻ്റെ കൂന ആദ്യം മാറ്റട്ടെ, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ആ സ്ത്രീ പറഞ്ഞില്ല. പ്രത്യേകിച്ച് കൂനെന്ന് പറയുന്നത് യഹൂദ പശ്ചാത്തലത്തിൽ ഒരു ശാപ പ്രതീകമാണ്. പൂർവികന്മാർ ചെയ്ത ശാപത്തിൻ്റെ പ്രതീകമായിട്ട് അവർ കണക്കാക്കി. കുഷ്ഠരോഗം, തളർവാദം, കൂന്, അന്ധത ഇവയൊക്കെ നിന്ദിത രോഗങ്ങളായിട്ടാണ് അന്നത്തെ സമൂഹം കണക്കാക്കിയത്. ഇന്ന് എയ്ഡ്സ് രോഗത്തെ ഭീതിയോടെ കാണുന്നതിനേക്കാൾ വലിയ ഭീതിയോടെ, നിന്ദയോടുകൂടി സമൂഹം കണ്ടു. അവൾ കൂനിയായിട്ടുണ്ടെങ്കിൽ ആ കൂനിയാക്കപ്പെടുവാനുള്ള എന്തൊക്കെയോ സംഗതികളുണ്ട്. അന്ധരാണെങ്കിൽ അന്ധരാക്കപ്പെടുവാൻ എന്തൊക്കെയോ സംഗതികളുണ്ട്. ആ രീതിയിൽ കാര്യകാരണങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു തലമുറയാണ് അന്നുണ്ടായിരുന്നത്. 18 വർഷമായിട്ട് കൂനിയായിട്ടും ദൈവത്തോട് അവൾക്ക് പരിഭവമില്ലായിരുന്നു. അവൾ ദേവാലയത്തിലും സിനഗോഗിലുമൊക്കെ മുടങ്ങാതെ പോയി. മറ്റുള്ളവരെന്നെ നിന്ദിക്കുമെന്നുള്ളതിനെക്കുറിച്ച് അവൾക്കൊന്നും തോന്നിയില്ല. ആ കൂനിയായ സ്ത്രീ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ കർത്താവിന് ഒരു കാര്യം ഉറപ്പാണ്. അവൾ അനുഭവിച്ച നൊമ്പരങ്ങൾ, നിന്ദകൾ, അവളുടെ കുടുംബത്തിലേറ്റ ദുഃഖങ്ങൾ, അവളുടെ മക്കളും ജീവിത പങ്കാളിയും അവളിൽ ഏൽപ്പിച്ച മുറിവുകൾ, മാതാപിതാക്കൾ നിന്ദിതയായി കണക്കാക്കിയ അനുഭവം, ഇതൊക്കെ കർത്താവിനെ സ്പർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവളെ കണ്ടപ്പോൾ നമ്മുടെ കർത്താവ് അവൾ ആവശ്യപ്പെടാതെ തന്നെ അവളെ അടുത്തേക്ക് വിളിച്ച് സൗഖ്യമാകാം എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മളും ചിന്തിച്ചോണം, എല്ലാ രോഗവും മാറിയിട്ട്, എല്ലാ കടവും മാറിയിട്ട്, എല്ലാ ദുഃഖവും മാറിയിട്ട് ദൈവത്തെ വിളിക്കാൻ നോക്കിയാൽ ഒന്നും പറ്റത്തില്ല സഹോദരങ്ങളെ. അത് ജീവിതത്തിൻ്റെ അവസാനം വരെയും നമ്മളെ പിന്തുടരും, മരണക്കിടക്ക വരെയും നമ്മളെ പിന്തുടരും. പക്ഷേ നമുക്കെന്താ ദൈവത്തെ വിളിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ കൂനോ തളർവാദമോ ഒക്കെ പെട്ടെന്ന് മാറിയെന്ന് വരത്തില്ല. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ ഒരു ശക്തി തരും. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലും. അത് രോഗമാണെങ്കിൽ ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കും. അതേസമയം ഈ രോഗമുണ്ടെങ്കിൽ അതിനെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചാൽ ദൈവത്തെ നിന്ദിക്കും, ദൈവത്തെ ദുഷിക്കും. കൂനിയായവൾ എത്രയോ നാൾ തലകുനിച്ച് ഭൂമിയെ മാത്രം കണ്ടുകൊണ്ട് പതിയെ പതിയെ പാദം വെച്ച് അവൾ നടന്നു. അവളുടെ മുൻപിലൂടെ അതിവേഗതയിൽ ഓടി നടന്നവർ ഒത്തിരി പേരുണ്ടായിരുന്നു. അവളുടെ മുൻപിലൂടെ ജയഘോഷ രാഗങ്ങൾ പാടിയവർ ഒത്തിരി പേരുണ്ടായിരുന്നു. അവളുടെ മുൻപിൽ നിന്നുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് ബലികൾ അർപ്പിച്ചവർ ഒത്തിരി പേരുണ്ടായിരുന്നു. അവളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തല ഉയർത്തി പ്രാർത്ഥിച്ചവർ ഒത്തിരി പേരുണ്ടായിരുന്നു. എങ്കിലും അവൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചു, ദൈവമേ, എൻ്റെ തല ഉയർന്നില്ലെങ്കിലും ഞാനും പ്രാർത്ഥിക്കും. ഈ കേൾക്കുന്ന പലരും ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് തല കുനിച്ചവരാ. മക്കളെ കൊണ്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും ദുരാരോപണങ്ങൾ കൊണ്ടുമൊക്കെ തലകുനിച്ചവർ ഒത്തിരി പേരുണ്ട്. ഞാൻ എങ്ങനെ എൻ്റെ സമൂഹത്തിൽ ജീവിക്കുമെന്ന് പരിതപിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. സമൂഹം എന്നെ ഇന്ന രീതിയിൽ ദുഷിക്കുന്നു എന്ന് പറയുന്നവരും ഒത്തിരി പേരുണ്ട്. സഹോദര സഹോദരി, നീ ഒരു നിമിഷം ഓർത്തോണം, നിന്റെ തല കുനിക്കാൻ നിന്റെ സമൂഹത്തിന് സാധിക്കില്ല. നീ തന്നെ കുനിഞ്ഞു പോകാതിരുന്നാൽ മതി. ഇന്ന് കൂനിയിരിക്കുന്ന നിന്നെ ദൈവം തമ്പുരാൻ തല ഉയർത്തും. നിന്റെ മുൻപിലൂടെ മറ്റുള്ളവർ തല ഉയർത്തിക്കൊണ്ട് അട്ടഹാസത്തോടെ പാഞ്ഞു പോകുമ്പോൾ, അതിവേഗതയിൽ പാഞ്ഞു പോകുമ്പോൾ, ദൈവമേ എനിക്ക് വേഗത്തിൽ പോകാൻ പറ്റുന്നില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല എന്ന് ചിലപ്പോൾ നീ പരിതപിക്കും.
ചിലപ്പോൾ ദുഃഖത്തോട് ഓർക്കും, കൂടെ പഠിച്ചവരൊക്കെ ഉന്നതാവസ്ഥയിലെത്തി, അവർക്കൊക്കെ ജോലിയുണ്ട്, അവരുടെ പിള്ളേർ നല്ല ലെവലിലെത്തി, അവരെ കരുതാൻ ആളുണ്ട്. ഞാൻ പ്രായമായി, എന്നെ കരുതാൻ ആരുമില്ല, കരുതേണ്ടവരൊക്കെ വേർപെട്ടു പോയി, ഞാൻ പഠിച്ചിട്ടും ജോലി കിട്ടിയില്ല, എൻ്റെ കുടുംബം നന്നായിട്ടില്ല, എൻ്റെ മക്കളെക്കുറിച്ച് കേൾക്കുന്നത് മോശമാണ്. അല്ലയോ സഹോദര, തല കുനിഞ്ഞിരിക്കുന്ന നിൻ്റെ തല ദൈവം ഉയർത്തും. കാരണം ഇന്ന് തല ഉയർത്തിയിരിക്കുന്നവർ അവരെ സൃഷ്ടിച്ചതും ദൈവമാണ്, തല കുനിഞ്ഞിരിക്കുന്ന നിന്നെ സൃഷ്ടിച്ചതും ദൈവമാണ്. നടു നിവരണമെന്നുണ്ടെങ്കിൽ അതിന് ചില പ്രോസസ്സുകളൊക്കെയുണ്ട്. ആ പ്രോസസ്സിലൂടെ തന്നെ കടന്നു വരണം. ആ കൂനിയെ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ ഒരു കാര്യം ഓർത്തോണം, വളഞ്ഞിരുന്ന ഷേപ്പിലിരുന്ന ആ സ്ത്രീയെ പതിയെ നിവരുകയാണ്. ആ നിവരുമ്പോഴുള്ള ഒരു സുഖമുണ്ട് പ്രിയപ്പെട്ടവരെ. വളഞ്ഞിട്ട് കൂനിയിട്ട് നിവരുന്ന ഒരു സുഖമുണ്ട്. നിവർന്നിട്ട് കൂനുമ്പോഴാ പ്രശ്നം. വളരെയേറെ നിവർന്നിരുന്ന് തല ഉയർത്തിയിരുന്നിട്ട് പെട്ടെന്ന് തല കുനിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമാണ്. എന്നാൽ കൂനിയിരുന്നിട്ട് പതിയെ പതിയെ നിവർന്നു വരുമ്പോൾ ഒരു സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഒരു മുട്ടിൽ നിന്ന് പൂ വിരിഞ്ഞു വരുമ്പോൾ കിട്ടുന്ന ഒരു ആസ്വാദനമുണ്ട്. അത് പതിയെ 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 മുട്ട് നിവരുന്നു, മുട്ട് വിടരുന്നു, ആ വിരിഞ്ഞ മുട്ട് പൂവായി മാറുന്നു. എന്നാൽ പൂവായിട്ട് വീണ്ടും മുട്ടാകുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് വാടിപ്പോകുക എന്നാണ്. പ്രിയമുള്ളവരെ, തല ഉയർത്തിയിരിക്കുന്ന പലരുമുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നിന്നെ ഉയർത്തിയ ദൈവത്തിന് നിന്നെ താഴ്ത്താനും പറ്റും. നീ ഇപ്പോൾ ദൈവത്തെ അറിയാതെ തല ഉയർത്തിയിരിക്കുകയാണെങ്കിൽ, അഹങ്കരിച്ചിരിക്കുകയാണെങ്കിൽ, സ്വാർത്ഥതയിലേക്ക് പോയിരിക്കുകയാണെങ്കിൽ, വിരിഞ്ഞ പൂവ് ഞൊട്ടുന്നത് പോലെ നീ ഞൊട്ടിപ്പോകും. അതുകൊണ്ട് ഓർത്തോണം, ഇന്ന് കടബാധ്യതയിലും ഭാരത്തിലുമായിരിക്കുന്നവരെ കാണുമ്പോൾ നിന്നയോടും ദുഷിയോടും കൂടിയാണ് നീ അവരെ കാണുന്നതെങ്കിൽ, നാളെ അവർ ഘട്ടം ഘട്ടമായി വിരിയുന്നത് കാണും. കുനിഞ്ഞിരിക്കുന്നത് കൂനിയതല്ല, അത് മുട്ടാ. പ്രിയമുള്ളവരെ, അത് വിരിയും. നിന്നെ വിരിക്കാൻ ശക്തനാ ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടിയുറച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു സന്തോഷമുണ്ടാകുന്നത്. കൂനിയുടെ സൗഖ്യത്തിൽ നിന്നും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ സംഭവം. ഇത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ നിന്ദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു മറുപടിയുണ്ട്. നിങ്ങളുടെ കാളയോ കഴുതയോ കിണറ്റിൽ വീണാൽ നിങ്ങൾ അവയെടുക്കത്തില്ലേ? അവയെടുക്കില്ലേ? രക്ഷപ്പെടുത്തത്തില്ലേ? എങ്കിൽ അബ്രഹാമിൻ്റെ മകളായി ദീർഘനാൾ 18 സംവത്സരമായി കൂനിയിരുന്ന ഇവളെ ഞാൻ സൗഖ്യമാക്കിയത് ശരിയല്ലേ? അതെ, കൂനിയാണെങ്കിലും ദൈവം അവളെ വിളിക്കുന്നത് അബ്രഹാമിൻ്റെ മകളെന്ന. എങ്ങനെ വിളിക്കാൻ പറ്റി? അവൾ ഭൂതബാധിതയാണ്, ഭൂതം ബാധിച്ചിട്ടുണ്ട്. എങ്കിലും അവളെ ദൈവം അബ്രഹാമിൻ്റെ മകളെന്ന് വിളിച്ചു. ഒരു വലിയ തിരിച്ചറിവ് സഹോദരങ്ങളെ ഇത്. ചിലരൊക്കെ മദ്യപിച്ച് നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്, മയക്കുമരുന്നിന് അടിപ്പെട്ട് നടക്കുന്നത് കാണാറുണ്ട്, ജഡീക ആസക്തികളിൽ അടിപ്പെട്ടു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് മുടിഞ്ഞ സന്താനം, നശിച്ച സന്താനം, കുടുംബത്തിൻ്റെ പേര് കളയാനുള്ളവർ. എന്നാലും ഓർത്തോണം, അവരെക്കുറിച്ചും ദൈവത്തിന് പറയാനുള്ളത്, അവർ അബ്രഹാമിൻ്റെ മക്കളാണ്. നീ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാ, ദൈവത്താൽ അടുപ്പിക്കപ്പെട്ടവനാ. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കും, ഞാൻ ദൈവത്തെ ഒന്നും വിളിക്കത്തില്ല, ദൈവമില്ല, എനിക്കാരും വേണ്ട, അതൊക്കെ ഒരു കള്ളത്തരമാണ്, ഞാൻ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ജീവിക്കും, നല്ല പ്രവൃത്തികളൊക്കെ ചെയ്താൽ മതി, ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകണ്ട, ജീവിതം തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള ആ ഒരു തത്വചിന്തയിൻ പ്രകാരം പോകേണ്ടതാണ്. അതേ സഹോദര സഹോദരി, നിൻ്റെ സന്തോഷത്തിൽ നീ പലപ്പോഴും ചിന്തിക്കും. സലോമോൻ പറഞ്ഞതുപോലെ, യുവാവേ, നിൻ്റെ യൗവനകാലത്ത് നീ സന്തോഷിക്കണം, പക്ഷേ ആ സമയത്ത് നീ ദൈവത്തെ ഓർക്കണം. ദുരിതകാലങ്ങൾ വരും, ശിക്ഷാവിധി വരും, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. നമ്മളെക്കുറിച്ച് ഞാൻ ദൈവത്തിൻ്റേതല്ല എന്ന് പറഞ്ഞാലും ദൈവം നമ്മളെക്കുറിച്ച് പറയുന്നത്, നീ എൻ്റെ മകനാണ്, മകളാണ്, നീ അബ്രഹാമിൻ്റെ മകനാണ്. ആ ഒരു ഐഡൻറ്റിറ്റിയാണ് നമുക്കുള്ളത്. അബ്രഹാമിൻ്റെ മകനാണെന്ന് പറയുമ്പോൾ നിന്നിലൊരു വിശ്വാസം എന്ന് പറയുന്ന തീഷ്ണതയുള്ള ഒരു ജ്വലനശക്തിയുള്ള കൃപ നിറഞ്ഞു കിടപ്പുണ്ട്. അതിങ്ങനെ ചാരം മൂടി കിടക്കുകയാണ്. അതൊന്ന് ഊതി കൊടുത്താൽ മതി. നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലയോ? നീ പ്രാർത്ഥിക്കണം. കൊലപാതകിയായ വാൽമീകിയെ വ്യാസമഹർഷി അവൻ്റെ തെറ്റിൽ നിന്നും വേർതിരിച്ച് അവനോട് പറയുന്നുണ്ട്, നീ മരാമര എന്ന് പറയണം. രാമരാമ എന്ന് പറയാനുള്ള ആ ഒരു രജശക്തി നിനക്കില്ല, അതുകൊണ്ട് നീ മരാമര എന്ന് പറഞ്ഞാൽ മതി, അത് രാമരാമ എന്നായിക്കോളും. വാൽമീകി കൊലയാളിയായവൻ രക്ഷപ്പെട്ട ചരിത്രം രാമായണം പഠിപ്പിക്കുന്നുണ്ട്.
നമ്മുടെ ഇതിഹാസങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തിരുവചനം പഠിപ്പിക്കുന്ന രഹസ്യങ്ങൾ എത്രയോ വലുതാണ്. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പോഴും നിന്നെക്കൊണ്ട് കൊള്ളാമെന്നുറപ്പിച്ച് പറയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് ചെയ്യാനുള്ളത് ദൈവം വേർതിരിച്ചിട്ടേക്കുക. നീ ചെയ്യാനുള്ളത് മറ്റാരെക്കൊണ്ടും ദൈവം ചെയ്യിപ്പിക്കത്തില്ല. യോന തന്നെ പറയണമായിരുന്നു, നിനുവായിൽ പോയി സുവിശേഷം പറയണമായിരുന്നു. മറ്റ് പ്രവാചകന്മാരില്ലാഞ്ഞിട്ടല്ല, യോന പറയാനുള്ളത് യോന തന്നെ പറയണമായിരുന്നു. ദേവാലയം നിർമ്മിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് ശലോമോനെയാണ്. അത് ശലോമോൻ തന്നെ നിർമ്മിക്കണമായിരുന്നു. ദാവീദ് വീരനും ശ്രേഷ്ഠനുമായിരുന്നെങ്കിലും, സങ്കീർത്തനക്കാരനായിരുന്നെങ്കിലും, ഭക്തനായിരുന്നെങ്കിലും അവനെ കൊണ്ടല്ല ദൈവം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആ ദാവീദ് തന്നെ പറയുന്നുണ്ട്, മകനെ, എൻ്റെ ക്ഷാമത്തിലും പ്രയാസത്തിലും ദേവാലയ നിർമ്മിതിക്ക് വേണ്ടി ഞാൻ സംഭരിച്ചു വെച്ചിട്ടുണ്ട്, നീ അത് പൂർത്തിയാക്കണം. ദൈവം പറഞ്ഞിട്ടുള്ളവർ തന്നെ അത് ചെയ്യണം. അതുകൊണ്ട് ഓർത്തോണം പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ, ചില നന്മകൾ പൂർത്തീകരിക്കാൻ നമ്മുടെ സമൂഹത്തിൽ ചില തടസ്സങ്ങളൊക്കെ വരും. എന്തുകൊണ്ട്? നന്മ പൂർത്തീകരിക്കേണ്ട സമയമായി. പക്ഷേ അതിന് ചുമതലപ്പെടുത്തപ്പെട്ട വ്യക്തിയുടെ പേര് സ്റ്റേജിൽ പലതവണ വിളിച്ചു കഴിഞ്ഞു. ചെസ് നമ്പർ 101 101 101 എന്ന് പലതവണ പറഞ്ഞു. ഭൗതികമായ ഒരു പരിപാടിക്ക് അനുസരിച്ചാണെങ്കിൽ 3 തവണ വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്യും. സഹോദര സഹോദരി, ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മൾ പെർഫോം ചെയ്തേ പറ്റത്തുള്ളൂ. 3 അല്ല 3000 തവണ വിളിക്കും. നീ ആ സ്റ്റേജിൽ എത്തുന്നത് വരെ വിളിച്ചുകൊണ്ടിരിക്കും. അല്ല, മനഃപൂർവ്വം ചിന്തിക്കുകയാണ് ഞാൻ പോകത്തില്ല എന്നുണ്ടെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ടു പോയേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് ചില ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്, തകർന്നു പോകുന്നത്? കൊലപാതകികളായി, നിരാശിതരായി, അസ്വസ്ഥരായി മാറ്റപ്പെടുന്നത് അതെന്തുകൊണ്ടാണ്? നമ്മൾ തന്നെ ചിന്തിച്ചു കൊള്ളണം. ദൈവത്തിൻ്റെ വിളി ആവശ്യത്തിന് ഒന്നിനു പുറകെ ഒന്നായി വിളിച്ചിട്ടും, കാല് പിടിച്ച് വിളിച്ചിട്ടും ആ സ്നേഹവാനായ പിതാവിൻ്റെ മുഖത്ത് തുപ്പിയിട്ട് പോകുകയാണ്. ദൈവം വന്ന് പറയുക, നീ അബ്രഹാമിൻ്റെ മകൻ. അബ്രഹാമിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ എൻ്റെ വിശ്വാസമുള്ളവൻ, എൻ്റെ പ്രിയപ്പെട്ട മകൾ. എന്നാലും നമ്മൾ പറയും, ഞാൻ നിൻ്റെ മകനും മകളും ഒന്നുമല്ല. മാറിപ്പോയേ പറ്റത്തുള്ളൂ. ചാൾസ് ഷെൽഡൺ എന്ന് പറയുന്ന സുപ്രസിദ്ധനായ ഒരു മിഷണറി വീരൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭ ദശയിൽ വാട്ട് വുഡ് ജീസസ് ഡു എന്ന് പറയുന്ന ചിന്തയിലൂടെ ലോകത്തെ മൊത്തം ഇളക്കി മറിച്ച ഒരു മിഷണറി വീരനായിരുന്നു ചാൾസ് ഷെൽഡൺ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, പ്രസിദ്ധമായൊരു പുസ്തകം, ഇൻ ഹിസ് സ്റ്റെപ്സ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്, വാട്ട് വുഡ് ജീസസ് ഡു? ഞാൻ യേശുവായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ യേശുവായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും? ആ പുസ്തകത്തിന് അടിസ്ഥാനപരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വൈദികൻ്റെ, ഒരു ദൈവദാസൻ്റെ ജീവിതമാണ്. ഒരു ഞായറാഴ്ച ദിവസം വിശുദ്ധ ശുശ്രൂഷകളൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം ആ ദൈവദാസൻ നടത്തിയ പ്രസംഗവും അത് ജനങ്ങളിലുണ്ടാക്കിയ സ്വാധീനവുമാണ് ഇൻ ഹിസ് സ്റ്റെപ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാന ചിന്ത. അദ്ദേഹം ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ദൈവദാസനായിരുന്നു. എന്നാൽ ആ ഞായറാഴ്ച അദ്ദേഹം നടത്തിയ പ്രസംഗം, ഞാൻ യേശുവായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കുമായിരുന്നു. ഒരു വലിയ കൺഫെക്ഷനായിരുന്നു, ഉപസാരമായിരുന്നു, സ്വയം തുറന്നു പറച്ചിലായിരുന്നു. ഞാനാകുന്ന വൈദികൻ, ഞാനാകുന്ന ദൈവദാസൻ ഈ സ്ഥാനത്ത് യേശുവായിരുന്നെങ്കിൽ അവൻ അങ്ങനല്ല പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ യേശുവായിരുന്നെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കുമായിരുന്നു? ആ വ്യക്തി നോക്കിയപ്പോൾ ഒരു 90% താൻ ഇതുവരെ പ്രവർത്തിച്ചത് യേശുവിൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പൂർണ്ണ പ്രവർത്തനമല്ല. അവന് ദുഃഖമായി. അതാണ് അവൻ പ്രധാന ചിന്തയായിട്ട് പങ്കുവെച്ചത്. ഓരോരുത്തർക്കും സന്ദേശം കൊടുത്തു. നിങ്ങൾ ഏത് പദവിയിലായിരുന്നാലും, നിങ്ങൾ വലിയ വലിയ ബിസിനസ്സുകാരായിക്കോ, നിങ്ങൾ അധ്യാപകരായിക്കോ, ഡോക്ടേഴ്സ് ആയിക്കോ, പ്രൊഫഷണൽസ് ആയിക്കോ, സാധാരണക്കാരായിക്കോ, എങ്കിൽ തന്നെയും ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ യേശുവാണെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കും? സാധാരണയായിട്ട് പള്ളി കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ ഇറങ്ങുന്നതിന് മുൻപേ ഓടുന്നവരാ. എന്നാൽ ആ ഞായറാഴ്ച ഒരുപാട് പേര് ആ ദൈവദാസനെ കാത്തിരുന്നു. ആശയം ഒന്നുകൂടി വിശദീകരിച്ച് ചോദിച്ചു. അതിനുശേഷം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് തുടർന്ന് ഈ പുസ്തകത്തിൽ പറയുന്നത്. ചിലരുടെ കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. അവിടെ വലിയ ധനാഠ്യനായൊരു പത്ര ഉടമയുണ്ടായിരുന്നു. അവൻ ഈ പ്രസംഗം കേട്ടു. തൻ്റെ ഓഫീസിൽ ചെന്നിരുന്നു. മാനേജിംഗ് ഡയറക്ടറുടെ കസേരയിലിരുന്നു. ഒരു പേപ്പർ എടുത്തു. അവൻ സ്വയം വിലയിരുത്തുകയാണ്, എൻ്റെ സ്ഥാനത്ത് യേശുവായിരുന്നെങ്കിൽ എങ്ങനെ ഈ സ്ഥാപനം നടത്തുമായിരുന്നു? അവൻ ചിന്തിക്കുകയാണ്, സെൻസേഷണൽ ന്യൂസ് ഇടത്തില്ല, വ്യർത്ഥമായ തമ്മിത്തല്ലിക്കുന്ന വാർത്തകൾ ഇടത്തില്ല, ആസക്തി ഉണ്ടാക്കുന്ന വാർത്തകൾ ഇടത്തില്ല, കള്ളവാർത്തകൾ ഇടത്തില്ല. എന്തുവാണെങ്കിലും വളരെയധികം പബ്ലിസിറ്റി ഉണ്ടായിരുന്ന, വരിക്കാരുണ്ടായിരുന്ന ആ പത്രം ഒരാഴ്ച കൊണ്ട് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. അവിടെ ഒരു വലിയ വിധവയായ ധനാഠ്യ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ വീട്ടിൽ ചെന്നിരുന്നു. ഭർത്താവില്ല, പിള്ളേരില്ല, അനേകം സ്വത്തുണ്ട്.
അവർ ചിന്തിച്ചു, ദൈവമേ, ഇതൊക്കെ ഞാൻ നിക്ഷേപിച്ചു പലിശ കൊണ്ട് സുഖിച്ചു കഴിയുകയാണ്. തിരുവോരങ്ങളിൽ ഒരുപാട് പേരുണ്ട്. ചേരികളിലും മറ്റും ഇറങ്ങി അവരെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ അവർ ചെയ്യുകയാണ്. ആ പള്ളിയിൽ ഒരു നല്ല ഗായികയുണ്ടായിരുന്നു. എല്ലാ സ്വാതന്ത്ര്യത്തോടും അശുദ്ധിയിലും ജീവിച്ച ഒരു ചെറുപ്പക്കാരി. അവൾ ചിന്തിച്ചു, ഞാൻ യേശുവായിരുന്നെങ്കിൽ ഇങ്ങനല്ല. ആസക്തിയുടെ പിന്നാലെ പോകത്തില്ല, അഹങ്കാരത്തിൻ്റെ പിന്നാലെ പോകത്തില്ല. ഏകദേശം 100ഓളം ആൾക്കാർ അടുത്ത ആഴ്ച എത്തിയപ്പോൾ തീരുമാനങ്ങളുമായിട്ട് അച്ഛനെ സമീപിക്കുകയായിരുന്നു. നഷ്ടം വന്ന പത്രത്തിൻ്റെ ഉടമയുണ്ടായിരുന്നു, സമ്പത്ത് കുറഞ്ഞു വന്ന വിധവയുണ്ടായിരുന്നു, രൂപാന്തരപ്പെട്ട പെൺകുട്ടി ഉണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് പേർ. സഹോദര സഹോദരി, ഒരു കാര്യം ഓർത്തോണം. എന്നെക്കുറിച്ച് ഇന്നും അബ്രഹാമിൻ്റെ മകൻ എന്ന് പറയുന്ന, മകളെന്ന് പറയുന്ന ദൈവം, ഞാൻ എത്ര തെറ്റുകളും വീഴ്ചകളും ചെയ്തിട്ടുണ്ടെങ്കിലും എന്നിലുള്ള വിശ്വാസം അവൻ വിട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും ഞാനും ഒക്കെ ചിന്തിക്കുന്നത്, ഈ വചനം കേൾക്കുന്നവരൊക്കെ ചിന്തിച്ചു കൊള്ളണം. ഈ കൂനിയുടെ സൗഖ്യം കേൾക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് തലത്തിലും അയക്കൂ. കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ യേശു വന്നാൽ അലസത കാണത്തില്ല. യുവാക്കളെ, മദ്യപാനവും ആസക്തികളും വ്യർത്ഥതകളും നിങ്ങളിൽ കാണത്തില്ല. സമ്പന്നരെ, നിങ്ങൾ സമ്പത്ത് കൂട്ടിവെക്കത്തില്ല. ബുദ്ധിമാന്മാരെ, ഉന്നത പദവിയിലിരിക്കുന്നവരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും. കാരണം നാളെ ഒരവസരം നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇന്ന് ദൈവം അബ്രഹാമിൻ്റെ മകനെന്നും നല്ലവനെന്നും നിങ്ങളെ വിളിച്ചുവെങ്കിൽ, ന്യായവിധിയുടെ സമയത്ത് ശപിക്കപ്പെട്ടവരേ എന്നുള്ള ഒരു വിളി, ആ വിളി കേൾക്കാനിടയാകരുത്. ആ വിളിയിൽ നിന്നും മാറി ജീവിക്കുവാനിടയാകണം. അനുഗ്രഹിക്കപ്പെട്ടവരെ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് വിളി കേൾക്കുവാനിടയാകണം. അതാണ് അബ്രഹാമിൻ്റെ മകളെന്ന് വിളിച്ചവൻ നാളെ ന്യായവിധി സമയത്ത് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അനുഗ്രഹിക്കപ്പെട്ടവളെ എന്ന് വിളിക്കുന്നത് കേൾക്കുവാനും നമ്മൾക്കിടയാകണം. അവൻ്റെ വലിയ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം നമ്മൾക്ക് ഇടയാകണം. ഈ മരുഭൂ പ്രയാണകാലത്തിൽ എന്തൊക്കെ കൊണ്ട് നമ്മുടെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ കൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ, അതിൽ നിന്നൊക്കെ പിന്മാറി ദൈവത്തെ യഥാർത്ഥമായിട്ട് പിൻപറ്റണം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.